ഹായോട് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ബിടെക് ലാറ്ററൽ എൻട്രി എക്സാമിന്റെ സിലബസ് എന്താണ്, അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്താണ്, ഓരോ സബ്ജക്റ്റിലും ഓരോ സിലബസിലും എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. സോ ക്ലാസ് ശ്രദ്ധിച്ച് കാണുക, കാര്യങ്ങൾ മനസ്സിലാക്കി സിലബസ് വൈസ് ആയിട്ട് പഠിച്ച് നല്ല റാങ്ക് കൊണ്ടുപോകുക. ക്ലാസ്സിലോട്ട് കിടക്കുന്നു. ടോട്ടൽ മാർക്ക് വരുന്നത് 120 മാർക്കാണ് വരുന്നത്. ഫസ്റ്റ് സബ്ജക്ട് എന്ന് പറയുന്നത് ബേസിക് സിവിൽ ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. സിവിലിന്റെ പോർഷൻസ് പഠിക്കാനുണ്ട്, അതുപോലെ മെക്കാനിക്കലിന്റെ പോർഷൻസ് പഠിക്കാനുണ്ട്. 3 മൊഡ്യൂള് സിവിലിന്റെയും 3 മൊഡ്യൂള് മെക്കാനിക്കലിന്റെയും ആയിരിക്കും. സോ സിവിലിന് 15 മാർക്കും മെക്കാനിക്കലിന് 15 മാർക്കായിരിക്കും ചോദിക്കുക. സോ ടോട്ടൽ 30 മാർക്കാണ് ബേസിക് സിവിൽ ആൻഡ് മെക്കാനിക്കൽ ഏരിയയിൽ എക്സാമിന് ചോദിക്കുക. ദെൻ ബേസിക്സ് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. ഇലക്ട്രിക്കൽ ബ്രാഞ്ചിൽ നിന്ന് 15 മാർക്കും ഇലക്ട്രോണിക്സ് ബ്രാഞ്ചിൽ നിന്ന് 15 മാർക്കാണ് ചോദിക്കുക. സോ ടോട്ടൽ 30 മാർക്കിന്റെ കാര്യങ്ങളാണ്, ക്വസ്റ്റ്യൻസ് ആണ് ബേസിക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഏരിയയിൽ ചോദിക്കുക. പ്രോഗ്രാമിംഗ് ഇൻ സി പ്രോഗ്രാമിംഗിന് 15 മാർക്കാണ്. എഞ്ചിനീയറിംഗ് മെക്കാനിക്സിന് 15 മാർക്ക്. മാത്തമാറ്റിക്സിനാണ് ഏറ്റവും കൂടുതൽ മാർക്ക് വന്നിരിക്കുന്നത്. 20 മാർക്സ് ആണ് മാത്സിന് വന്നിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുത്തു പഠിക്കേണ്ടത് മാത്സ് ആണ്. പിന്നെ ഉള്ളത് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിന് 10 മാർക്കാണ്. ഏറ്റവും കൂടുതൽ എളുപ്പം പഠിക്കാനുള്ളത് ഇംഗ്ലീഷാണ്. 10 മാർക്ക് സുഖമായിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതില് ആ മാർക്ക് എന്തായാലും കളയരുത്. സോ ഇത്രയാണ് വരുന്നത്. സോ നമുക്ക് 120 തന്നെ വാങ്ങണം എന്ന രീതിയിൽ പഠിക്കാം. സോ ഇതിൽ നമുക്ക് പഠിക്കുകയാണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ പഠിക്കാം. സിവിലിന്റെ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് 4 സ്പ്ലിറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ പഠിക്കാവുന്നതാണ്. ഈ രീതിയിലാണ് അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനും സിലബസിലും കൊടുത്തിരിക്കുന്നത്. നെഗറ്റീവ് മാർക്ക് ഇല്ല. ശരിയ ഉത്തരത്തിന് 1 മാർക്ക് കിട്ടുന്നതായിരിക്കും. ടോട്ടൽ 120 മാർക്കായിരിക്കും വരിക. 2 മണിക്കൂറിന്റെ എക്സാം ആയിരിക്കും. നെഗറ്റീവ് മാർക്ക് ഇല്ലാതെ തന്നെ 120 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് സിലബസിലോട്ട് കിടക്കുകയാണ്. ഡീറ്റെയിൽ ആയിട്ട് ഏതൊക്കെയാണ് പഠിക്കാനുള്ളത് എന്ന് നോക്കാം. ആദ്യമായിട്ട് വരുന്നത് ബേസിക്സ് ഓഫ് സിവിൽ ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. സിവിലിന്റെ ഭാഗത്തുനിന്ന് 3 മൊഡ്യൂൾസും മെക്കാനിക്കലിന്റെ ഭാഗത്തുനിന്ന് 3 മൊഡ്യൂൾസും ആണുള്ളത്. സോ മൊത്തം 6 മൊഡ്യൂളുമായിട്ടാണ് ബേസിക്സ് ഓഫ് സിവിൽ ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സിലബസ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ മാർക്ക് വരുന്നത് 30 മാർക്കാണ് അതിന് വരുന്നത്. സോ സിവിലിന്റെ ആദ്യത്തെ 3 മൊഡ്യൂൾ. ഫസ്റ്റ് മൊഡ്യൂൾ 1, അതില് പഠിക്കാനുള്ളത് ജനറൽ ഇൻട്രൊഡക്ഷൻ ടു സിവിൽ എഞ്ചിനീയറിംഗ്. അപ്പൊ സിവിൽ എഞ്ചിനീയറിംഗിന്റെ ബേസിക്സ് ആണ് ഇവിടെ പഠിക്കാനുള്ളത്. അതുപോലെ എല്ലാ ബ്രാഞ്ചസിന്റെയും ബേസിക്സ് ആണ് പഠിക്കാനുള്ളത്. എല്ലാ ബ്രാഞ്ചിനെ കുറിച്ചും ഒരു ഏകദേശ ഐഡിയ കിട്ടാൻ വേണ്ടി. ഓക്കെ, എന്താണ് റെലവൻസ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ്, ഓവറോൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഓഫ് country, responsibility of engineer in ensuring the safety of built environment. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് മൊഡ്യൂൾ 1 പഠിക്കാനുള്ളത്. അതിൽ സെക്കൻഡ് ടോപ്പിക് ആയിട്ട് വരുന്നത് ഇൻട്രൊഡക്ഷൻ ടു ബിൽഡിങ്സ് ആണ്. ടൈപ്സ് ഓഫ് ബിൽഡിങ്സ്, സെലക്ഷൻ ഓഫ് സൈറ്റ് ഫോർ ബിൽഡിങ്സ്, കമ്പോണൻസ് ഓഫ് എ റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആൻഡ് their functions, etc. Then building rules and regulations, relevance of NBC, KBR and CRZ norms, building area. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മൊഡ്യൂൾ 1 പഠിക്കേണ്ടത്. ഇമ്പോർട്ടന്റ് പോയിന്റ്സ് പറയുകയാണെങ്കിൽ ജനറൽ ഇൻട്രൊഡക്ഷൻ ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ്, ഇൻട്രൊഡക്ഷൻ ടു ബിൽഡിങ്സ്, ബിൽഡിംഗ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ബിൽഡിംഗ് ഏരിയ. ഇത്രയുമാണ് മൊഡ്യൂൾ 1
പഠിക്കാനായിട്ടുള്ളത്. മൊഡ്യൂൾ 2 സർവേയിങ് എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഒബ്ജക്റ്റീവ്സ് എന്താണ്, പ്രിൻസിപ്പിൾസ് എന്താണ്, അതൊക്കെ എക്സാമിന് ചോദിക്കുന്നതാണ് സർവേയിങ് എന്നുള്ള ഏരിയയിൽ നിന്നുള്ള. ദെൻ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ്, കൺവെൻഷണൽ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് അത് ഏതൊക്കെയാണ്, അതിന്റെ ടൈപ്സ് ഏതാണ്, പ്രോപ്പർട്ടീസ് ഏതാണ്, എക്സെട്ര. സിമെന്റ്, കോൺക്രീറ്റ്, സ്റ്റീൽ, മോഡേൺ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ്, ഇത്രയുമാണ് ഇമ്പോർട്ടന്റ് ഡിവിഷൻസ് ആയിട്ട് മൊഡ്യൂൾ 2 പഠിക്കാനുള്ളത്. മൊഡ്യൂൾ 3 വരുമ്പോൾ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, ബ്രിക്ക് masonry, roofs and floors, basic infrastructure services, green building. ഇതൊക്കെയാണ് മൊഡ്യൂൾ 3 പഠിക്കാനുള്ളത്. അപ്പോൾ ആദ്യത്തെ 3 മൊഡ്യൂളാണ് ഇത് വരുന്നത്, സിവിൽ, ബേസിക്സ് ഓഫ് സിവിൽ വരുന്നത്. അവസാനത്തെ 3 മൊഡ്യൂൾ എന്ന് പറയുന്നത് വരുന്നത് ഏതാണ്, മെക്കാനിക്കൽ പാർട്ടാണ് ലാസ്റ്റ് വരുന്ന 3 മൊഡ്യൂൾ. സോ മൊഡ്യൂൾ 4 എന്ന് പറയുന്നത് ഇനി മെക്കാനിക്കലാണ് സ്റ്റാർട്ട് ചെയ്യാം. അനാലിസിസ് ഓഫ് തെർമോഡൈനാമിക് സൈക്കിൾ, ഒക്കെ എക്സാമിന് ചോദിക്കുന്നതാണ്. എന്താണ് കാർനോട്ട് സൈക്കിൾ, ഓട്ടോ സൈക്കിൾ, ഡീസൽ സൈക്കിൾ, അതിന്റെ കമ്പാരിസൺ, ഏതാണ് നല്ലത്, 2 സ്ട്രോക്ക് എഞ്ചിൻ, 4 സ്ട്രോക്ക് എഞ്ചിൻ, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയയാണ് അനാലിസിസ് ഓഫ് തെർമോഡൈനാമിക് സൈക്കിൾസ് എന്ന് പറയുന്നത്. മൊഡ്യൂൾ 5 ഫസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് റെഫ്രിജറേഷനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. യൂണിറ്റ് ഓഫ് റെഫ്രിജറേഷൻ, റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിൾ, COP എന്താണ്, അതിനെ കുറിച്ചൊക്കെ. അടുത്ത ഏരിയ എന്ന് പറയുന്നത് ഡിസ്ക്രിപ്ഷൻ അബൌട്ട് വർക്കിംഗ് വിത്ത് സ്കെച്ചസ് ഓഫ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ്, സെൻട്രിഫ്യൂഗൽ പമ്പ്, പെൽറ്റൺ ടർബൈൻ, ഇതിനെ കുറിച്ചൊക്കെയാണ് പഠിക്കാനുള്ളത്. ലാസ്റ്റ് വരുന്നത് ഡിസ്ക്രിപ്ഷൻ അബൌട്ട് വർക്കിംഗ് വിത്ത് സ്കെച്ചസ് ഓഫ് ബെൽറ്റ് ആൻഡ് ചെയിൻ ഡ്രൈവ്സ്, ഗിയർ ആൻഡ് ഗിയർ ട്രെയിൻസ്, സിംഗിൾ പ്ലേറ്റ് ക്ലച്ചസ്, ഇതിനെ കുറിച്ചാണ് മൊഡ്യൂൾ 5 പഠിക്കാനുള്ളത്. മൊഡ്യൂൾ 6 വരുമ്പോൾ എന്താണ് മാനുഫാക്ചറിംഗ് പ്രോസസ്, ബേസിക് ഡിസ്ക്രിപ്ഷൻ ഓഫ് മാനുഫാക്ചറിംഗ് പ്രോസസ്, എക്സെട്ര. മെറ്റൽ ജോയിനിങ് പ്രോസസ്, അതിൽ വെൽഡിംഗ് എന്താണ്, ഡിസ്ക്രിപ്ഷൻ വിത്ത് സ്കെച്ചസ് ഓഫ് ആർക്ക് വെൽഡിംഗ്, സോൾഡറിംഗ്, ബ്രേസിംഗ്, എക്സെട്ര. ബേസിക് മെഷീനിങ് ഓപ്പറേഷൻസ്, ടേണിംഗ് എന്താണ്, ഡ്രില്ലിംഗ് എന്താണ്, മില്ലിംഗ്, ഗ്രൈൻഡിംഗ്, എക്സെട്ര. ഡിസ്ക്രിപ്ഷൻ അബൌട്ട് വർക്കിംഗ് വിത്ത് ദ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് lathe, drilling machine, milling machine, CNC machine, principles of CAD, rapid and additive manufacturing. ഇത്രയാണ് ബേസിക് സിവിൽ ആൻഡ് മെക്കാനിക്കൽ എന്ന് പറയുന്ന ഏരിയയിൽ പഠിക്കാനുള്ളത്. സോ ഇത് പഠിച്ചു കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ 30 മാർക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ബേസിക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. അതിനും 30 മാർക്ക് തന്നെയാണ് വരുന്നത്. ഇലക്ട്രിക്കൽ ഏരിയയിൽ നിന്ന് 15 മാർക്കും ഇലക്ട്രോണിക്സ് ഏരിയയിൽ നിന്ന് 15 മാർക്കുമാണ് എക്സാമിന് വരുന്നത്. ആദ്യത്തെ 3 മൊഡ്യൂള് ഇലക്ട്രിക്കലാണ്, ലാസ്റ്റ് 3 മൊഡ്യൂൾ എന്ന് പറയുന്നത് ഇലക്ട്രോണിക്സ് ആണ്. ഇലക്ട്രിക്കലിന്റെ ഫസ്റ്റ് 3 മൊഡ്യൂൾസ് ഏതൊക്കെയാണ്? മൊഡ്യൂൾ 1 എലിമെന്ററി കൺസെപ്റ്റ് ഓഫ് ഇലക്ട്രിക് സർക്യൂട്ട്സ്, അതിൽ തന്നെ എലിമെന്ററി കൺസെപ്റ്റ് ഓഫ് DC ഇലക്ട്രിക് സർക്യൂട്ട്, അതില് എന്താണ് വോൾട്ടേജ്, കറന്റ്, പവർ, റെസിസ്റ്റൻസ്, EMF, റെസിസ്റ്റൻസ് ഇൻ സീരീസ് ആൻഡ് പാരലൽ കണക്ഷൻ, കറന്റ് ആൻഡ് വോൾട്ടേജ് ഡിവിഷൻ റൂൾസ്, കപ്പാസിറ്റേഴ്സ്, ഇൻഡക്ടേഴ്സ്, എക്സെട്ര. കുറെ ലോസ് ഒക്കെ എക്സാമിന് ചോദിക്കുന്ന ഓംസ് ലോ, കിർച്ചോഫ് ലോ, സ്റ്റാർട്ടർ കൺവെൻഷൻ, ഇത് എക്സാമിന് സ്ഥിരമായി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. Then analysis of DC electric circuit. Okay. Mesh current method, matrix representation, solution of network equation, node voltage method, etc. ഇപ്പൊ ഏരിയകൾ കണ്ടിട്ട് പേടിക്കണ്ട, നമ്മൾ അതിലോട്ട് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ
അത് ഈസി ആയിട്ട് പഠിച്ചെടുക്കാവുന്ന കാര്യങ്ങളെ. മൊഡ്യൂൾ 2 എന്ന് പറയുന്നത് എലിമെന്ററി കൺസെപ്റ്റ് ഓഫ് മാഗ്നറ്റിക് സർക്യൂട്ട്സ്, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആൻഡ് എ സി ഫണ്ടമെന്റൽസ്. ഈ 3 ഏരിയയിലാണ് പഠിക്കേണ്ടത്. എന്താണ് മാഗ്നറ്റിക് സർക്യൂട്ട് എന്ന് മനസ്സിലാക്കണം. അതിന്റെ ബേസിക് ടെർമിനോളജി, MMF എന്താണ്, ഫീൽഡ് സ്ട്രെങ്ത് എന്താണ്, ഫ്ലക്സ് ഡെൻസിറ്റി എന്താണ്, റിലക്ടൻസ്, കമ്പാരിസൺ ബിറ്റ്വീൻ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് സർക്യൂട്ട്, സീരീസ് ആൻഡ് പാരലൽ മാഗ്നറ്റിക് സർക്യൂട്ട്, എക്സെട്ര. അടുത്ത ഏരിയ എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. അത് ഫാരഡേസ് ലോ എന്താണ്, അതിനെ ബേസ് ചെയ്തൊരു പ്രോബ്ലം, ലെൻസസ് ലോ, സെൽഫ് ഇൻഡക്ടൻസ് ആൻഡ് മ്യൂച്വൽ ഇൻഡക്ടൻസ്, കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ്, ഇത്രയാണ് അതിൽ പഠിക്കേണ്ടത്. ദെൻ ഓൾട്ടർനേറ്റിംഗ് കറന്റ് ഫണ്ടമെന്റൽസ്. അതിൽ ജനറേഷൻ ഓഫ് ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ്, റെപ്രസെന്റേഷൻ ഓഫ് സൈനസോയിഡൽ വേവ് ഫോം, അതിൽ ഫ്രീക്വൻസി എന്താണ്, ടൈം പീരീഡ് എന്താണ്, ആവറേജ് വാല്യൂ എന്താണ്, RMS വാല്യൂ എന്താണ്, ഫോം ഫാക്ടർ എന്താണ്, ഇതൊക്കെ എക്സാമിന് ചോദിക്കാറുള്ള ഫോം ഫാക്ടർ കാര്യങ്ങളൊക്കെ, അതൊക്കെ നോക്കി പഠിച്ച് പോവുക. ഇലക്ട്രിക്കൽ മൊഡ്യൂൾ 3 എന്ന് പറയുന്നത് AC സർക്യൂട്ട്സ് ആണ്. അതിൽ ഫേസർ റെപ്രസെന്റേഷൻ ഓഫ് സൈനസോയിഡൽ ക്വാണ്ടിറ്റീസ്, ട്രിഗണോമെട്രിക്, റെക്ടാങ്കുലർ, പോളാർ ആൻഡ് കോംപ്ലക്സ് ഫോം, അനാലിസിസ് ഓഫ് സിമ്പിൾ AC സർക്യൂട്ട്, ഓക്കെ, RL സർക്യൂട്ട്, RC സർക്യൂട്ട്, RLC സീരീസ് സർക്യൂട്ട്, എക്സെട്ര. 3 phase AC സിസ്റ്റം. അതില് generation of 3 phase voltages, advantages of 3 phase system, star delta connection, relation between line and phase voltage and line and phase current. ഇത്രയുമാണ് മൊഡ്യൂൾ 3 പഠിക്കുന്നത്. ആദ്യത്തെ 3 മൊഡ്യൂളാണ് ഇലക്ട്രിക്കൽ പാർട്ട് എന്ന് പറയുന്നത്. ഇനി വരുന്നത് ഇലക്ട്രോണിക്സ് പാർട്ടുകളാണ്. ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത് ഇലക്ട്രോണിക്സിന് കമ്മ്യൂണിക്കേഷൻ ഏരിയ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മൊഡ്യൂൾ 4ഉം 5ഉം എന്ന് പറയുന്നത് ഇലക്ട്രോണിക്സും, മൊഡ്യൂൾ 6 എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനുമാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. മൊഡ്യൂൾ 4 എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു സെമി കണ്ടക്ടർ ഡിവൈസസ്. അതില് എവല്യൂഷൻ ഓഫ് ഇലക്ട്രോണിക്, വാക്യൂം ട്യൂബ് ടു നാനോ ഇലക്ട്രോണിക്സ്, ദെൻ സെമി കണ്ടക്ടർ ഡിവൈസസിന് റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടർ, കൺസ്ട്രക്ഷൻ ഫീച്ചേഴ്സ് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് പഠിക്കേണ്ടത് ഓരോന്നിന്റെയും ടൈപ്സ്, സ്പെസിഫിക്കേഷൻ, സ്റ്റാൻഡേർഡ് വാല്യൂ, കളർ കോഡിംഗ്. ഈ റെസിസ്റ്ററിന്റെ കളർ കോഡിംഗ് ഒക്കെ സ്ഥിരമായിട്ട് എക്സാമിന് ചോദിക്കുന്നതാണ്. ദെൻ ഇത്രയുമാണ് ഒരു ഏരിയ വരുന്നത്. അടുത്ത ഏരിയ എന്ന് പറയുന്നത് PN ജംഗ്ഷൻ ഡയോഡ് ആണ്. എന്താണ് ഡയോഡ്, ഡയോഡിന്റെ ഓപ്പറേഷൻ എന്താണ്, VA ക്യാരക്ടറിസ്റ്റിക്സ്, പ്രിൻസിപ്പിൾസ് ഓഫ് അവലാഞ്ചി ആൻഡ് സെലർ ബ്രേക്ക് ഡൗൺ. മൂന്നാമത്തെ അടുത്ത ഡിവൈസ് ആയിട്ട് വരുന്നതാണ് ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ BJT. അതിൽ തന്നെ NPN ട്രാൻസിസ്റ്ററും PNP ട്രാൻസിസ്റ്ററും. ദെൻ ട്രാൻസിസ്റ്ററിന്റെ ഓപ്പറേഷൻ, relation between current gaining, common emitter, common base and common collector configuration, input and output characteristics of common emitter configuration. ഇത്രയുമാണ് മൊഡ്യൂൾ 4ൽ വരുന്നത്. എളുപ്പമായിട്ട് പഠിച്ചെടുക്കാൻ പറ്റിയ ഒരു മൊഡ്യൂളാണ് മൊഡ്യൂൾ 4 എന്ന് പറയുന്നത്. അതില് നമ്മൾ ആ ക്ലാസ്സുകൾ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇലക്ട്രോണിക്സ് ക്ലാസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ബാക്കി ക്ലാസ് കൂടി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പരിഗണിക്കുക. മൊഡ്യൂൾ 5 എന്ന് പറയുന്നത് ഈ യൂസ് ചെയ്തിരിക്കുന്ന ഡിവൈസസ് വെച്ചുകൊണ്ടുള്ള സർക്യൂട്ട് ഇംപ്ലിമെന്റേഷൻ ആണ്. ബേസിക് ഇലക്ട്രോണിക് സർക്യൂട്ട്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ. അത് പഠിക്കേണ്ടത് റെക്ടിഫയർ എന്താണ്, പവർ സപ്ലൈ എന്താണ്, ബ്ലോക്ക് ഡയഗ്രാം ഓഫ് പവർ സപ്ലൈ, ദെൻ വർക്കിംഗ് ഓഫ് ബ്രിഡ്ജ് റെക്ടിഫയർ, കപ്പാസിറ്റർ ഫിൽട്ടർ, ദെൻ സെനർ വോൾട്ടേജ് റെഗുലേറ്റർ എന്താണ്. ഇതിനടുത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ആംപ്ലിഫയർ. ഏകദേശം ഒരു മാർക്കിന് ഈ ഭാഗത്ത് ചോദിച്ചിരുന്നു ആംപ്ലിഫയറിന്റെ. ബ്ലോക്ക് ഡയഗ്രാം ഓഫ് പബ്ലിക് അഡ്രസ് സിസ്റ്റം, സർക്യൂട്ട് ഡയഗ്രാം ആൻഡ് വർക്കിംഗ് ഓഫ് കോമൺ എമിറ്റർ RC കപ്പിൾഡ് ആംപ്ലിഫയർ
വിത്ത് ഇറ്റ്സ് ഫ്രീക്വൻസി റെസ്പോൺസ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്കാണ് RC കപ്പിൾഡ് ആംപ്ലിഫയറും അതിന്റെ ഫ്രീക്വൻസി റെസ്പോൺസും. കൺസെപ്റ്റ് വോൾട്ടേജ് ഡിവൈഡർ ബയാസിംഗ്. ദെൻ അടുത്ത ഏരിയയാണ് ഇലക്ട്രോണിക് ഇൻസ്ട്രുമെന്റേഷൻ. അതിൽ ഒരെണ്ണം മാത്രമേ പഠിക്കാനുള്ളൂ, ബ്ലോക്ക് ഡയഗ്രമും ഇലക്ട്രോണിക് ഇൻസ്ട്രുമെന്റേഷൻ സിസ്റ്റം. സോ ഈ മൊഡ്യൂളും എളുപ്പമായിട്ട് പഠിച്ചു തരാൻ പറ്റിയ ഒരു മൊഡ്യൂളാണ്. ലാസ്റ്റ് ഇലക്ട്രോണിക്സിന്റെ മൊഡ്യൂളാണ് കമ്മ്യൂണിക്കേഷൻ ഏരിയ. ഇൻട്രൊഡക്ഷൻ ടു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. എന്താണ് ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം? അതായത് ഫോമൊക്കെ കണ്ടിട്ടില്ലേ, ട്രാൻസ്മിറ്ററിന് നമ്മൾ സൗണ്ട് റെക്കോർഡ് ചെയ്യുന്നു, അതിന് റിസീവറിലോട്ട് വീട്ടിലെ റേഡിയോയില് റിസീവ് ചെയ്യുന്നു. രണ്ട് ടൈപ്പ് കമ്മ്യൂണിക്കേഷൻസ് ആണ് പറയുന്നത്. റേഡിയോ കമ്മ്യൂണിക്കേഷനെ കുറിച്ചും പഠിക്കണം, മൊബൈൽ കമ്മ്യൂണിക്കേഷനെ കുറിച്ചും പഠിക്കണം. ഇതിൽ പഠിക്കാനുള്ളത് എവല്യൂഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഫ്രം ടെലിഗ്രഫി ടു 5G. റേഡിയോ കമ്മ്യൂണിക്കേഷനിൽ പ്രിൻസിപ്പിൾ ഓഫ് AM ആൻഡ് FM, ഫ്രീക്വൻസി ബാൻഡ്സ് യൂസ്ഡ് ഫോർ വേരിയസ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, ബ്ലോക്ക് ഡയഗ്രാം ഓഫ് സൂപ്പർ ആക്ടീവ് ആൻഡ് റിസീവർ, പ്രിൻസിപ്പിൾ ഓഫ് ആന്റിന. മൊബൈൽ കമ്മ്യൂണിക്കേഷൻ വരുമ്പോൾ എന്തൊക്കെയാണ് മൊബൈൽ കമ്മ്യൂണിക്കേഷന്റെ ബേസിക്സ്? ദെൻ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് GSM. GSMന്റെ ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ, ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ. എക്സാമിന് ചോദിക്കുന്നതാണ്. സോ ഇത്രയുമാണ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ഏരിയ എന്നുള്ള ക്വസ്റ്റ്യൻസ് സിലബസ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനിയുള്ളത് അടുത്താണ് പ്രോഗ്രാമിംഗ് ഇൻ സി പ്രോഗ്രാമിംഗ്. നമുക്ക് അഡ്വാൻസ് ആയിട്ടുള്ള പൈത്തണൊക്കെയാണ് എഞ്ചിനീയറിംഗ് കോളേജുകളിലെ ലാബിലൊക്കെ ഉള്ളത്. സോ സി പ്രോഗ്രാമിംഗ് ആണ് ഇപ്പോഴും സിലബസിൽ കൊടുത്തിരിക്കുന്നത്. സോ മൊഡ്യൂൾ 1 ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ. ഓക്കെ, അതിൽ നമുക്ക് പഠിക്കാനുള്ളത് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ പഠിക്കണം. എന്താണ് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ, അതിന്റെ ബ്ലോക്ക് ഡയഗ്രാം, processor, memory, input output devices, etc. Then application software and system software. ഇത്രയുമാണ് മൊഡ്യൂൾ 1 പഠിക്കാനുള്ളത്. അതിന് കമ്പൈലർ എന്താണ്, ഇന്റർപ്രറ്റർ എന്താണ്, ഹൈ ലെവൽ ലോ ലെവൽ ലാംഗ്വേജസ് ആൻഡ് എക്സാമ്പിൾസ്, അങ്ങനത്തെ കുറെ കാര്യങ്ങളാണ് അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിലും സിസ്റ്റം സോഫ്റ്റ്വെയറിലും വരുന്നത്. മൊഡ്യൂൾ 2 എന്ന് പറയുന്നത് പ്രോഗ്രാം ബേസിക്സ് ആണ്. ബേസിക് സ്ട്രക്ചർ ഓഫ് സി പ്രോഗ്രാം. കോളേജിൽ പഠിച്ചിട്ടുണ്ടാവും എല്ലാവരും. എന്താണ് ബാലഗുരുസ്വാമി എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു സി പ്രോഗ്രാമിംഗിന്റെ സ്ട്രക്ചർ. ക്യാരക്ടർ സെറ്റ് എന്താണ്, ടോപ്പിൾ എന്താണ്, ഐഡന്റിഫയർ എന്താണ്, വേരിയബിൾ ആൻഡ് ഡാറ്റ ടൈപ്സ്, എക്സെട്ര. ദെൻ ഓപ്പറേറ്റേഴ്സ് ആൻഡ് എക്സ്പ്രഷൻസ്. ദെൻ കൺട്രോൾ ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ്. ഓക്കെ, ഒരു ഈ സ്റ്റേറ്റ്മെന്റ്, സ്വിച്ച്, ലൂപ്പ്, വൈൽ ലൂപ്പ്, ഡു വൈൽ ലൂപ്പ്, ഫോർ ലൂപ്പ്, എക്സെട്ര. ഇത്രയുമാണ് പ്രോഗ്രാം ബേസിക്സ് ഉള്ളത്. മൊഡ്യൂൾ 3 എന്ന് പറയുന്നത് അറേസും സ്ട്രിങ്സുമാണ്. എന്താണ് അറേ, എന്താണ് സ്ട്രിങ്? അറേ ഡിക്ലറേഷൻ ആൻഡ് ഇനിഷ്യലൈസേഷൻ, 1 dimensional array ആൻഡ് 2 dimensional array, സ്ട്രിങ് പ്രോസസ്സിംഗ്. ഇത്രയാണ് മൊഡ്യൂൾ 3 പഠിക്കാനുള്ളത്. മൊഡ്യൂൾ 4 എന്ന് പറയുന്നത് വർക്കിംഗ് വിത്ത് ഫങ്ഷൻസ്. ഓക്കെ, അതിൽ വരുന്നത് ഇൻട്രൊഡക്ഷൻ ടു മോഡുലാർ പ്രോഗ്രാമിംഗ്, റൈറ്റിംഗ് ഫങ്ഷൻസ്, ഫോർമൽ പാരാമീറ്റേഴ്സ്, ആക്ച്വൽ പാരാമീറ്റേഴ്സ്, എക്സെട്ര. മൊഡ്യൂൾ 5 പോയിന്റർ ആൻഡ് ഫയർ, ബേസിക്സ് ഓഫ് പോയിന്റർ. അതില് ഡിക്ലെയറിംഗ് പോയിന്റേഴ്സ്, ആക്സസിംഗ് ഡാറ്റ ത്രൂ പോയിന്റർ, ഫയൽ ഓപ്പറേഷൻസ്, ഫയലിനെ ഓപ്പൺ ചെയ്യാം, ക്ലോസ് ചെയ്യാം, റീഡ് ചെയ്യാം, റൈറ്റ് ചെയ്യാം, അപ്പൻഡ് ചെയ്യാം. ദെൻ സീക്വൻഷ്യൽ ആക്സസ്, റാൻഡം ആക്സസ് ടു ഫയൽ. ഇത്രയുമാണ് ഇതില് 5 മൊഡ്യൂളാണ് സി പ്രോഗ്രാമിംഗിൽ വന്നിരിക്കുന്നത്. എളുപ്പമാണ് സി പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. പ്രോഗ്രാം എന്തായാലും ഉണ്ടാവും, അതുപോലെ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എഴുതാനുണ്ടാവും. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്ത് പഠിക്കുക. ആ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിൽ ചെയ്യുന്നതായിരിക്കും. ഓക്കെ,
നെക്സ്റ്റ് ഈസ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്. അതും ഈ പറഞ്ഞ പോലെ 5 മൊഡ്യൂൾസ് ആണ് വരുന്നത്. 15 മാർക്കാണ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്ന ഭാഗത്തിന് ചോദിക്കുന്നത്. മൊഡ്യൂൾ 1 ഇൻട്രൊഡക്ഷൻ ടു എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്, എന്താണ് സ്റ്റാറ്റിക്സ്, ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റാറ്റിക്സ് എക്സെട്ര. മൊഡ്യൂൾ 2 പഠിക്കാനുള്ളത് ഫ്രിക്ഷൻ എന്താണ്, പാരലൽ കോപ്ലാനർ ഫോഴ്സസ്. ഈ 2 കാര്യങ്ങളാണ് മൊഡ്യൂൾ 2 പഠിക്കാനുള്ളത്. മൊഡ്യൂൾ 3 എന്ന് പറയുന്നത് സെൻട്രോയിഡ് ഓഫ് കോമ്പോസിറ്റ് ഏരിയാസ് ആൻഡ് ഫോഴ്സസ് ഇൻ സ്പേസ് ആണ് മൊഡ്യൂൾ 3. നമ്മൾ ക്ലാസ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും എടുത്ത് പറഞ്ഞു പോകുന്നില്ല. ക്ലാസ്സിൽ എടുക്കുമ്പോൾ സിലബസ് ഒക്കെ നമ്മൾ കറക്റ്റായി പറഞ്ഞ് ഓരോ ടോപ്പിക് ബേസ് ചെയ്തിട്ടായിരിക്കും പോവുക. മൊഡ്യൂൾ 4 ഡൈനാമിക്സ്, rectilinear translation, equations of kinematics, then curvilinear translation, momentum and work energy equation. Module 5 എന്ന് പറയുന്നത് rotation, plane motion of rigid body, simple harmonic motion. ഇതാണ് മൊഡ്യൂൾ 5 വരുന്നത്. അടുത്താണ് മൊഡ്യൂൾ ലാസ്റ്റ് നമ്മുടെ ഇംഗ്ലീഷ് തൊട്ട് മുമ്പുള്ളത് മാത്തമാറ്റിക്സ് ആണ്. ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത് മാത്സ് ആണ്. അതിന് 20 മാർക്കാണ് ചോദിക്കുക. 20 മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് മാത്സിൽ പഠിക്കാനുള്ളത് മൊഡ്യൂൾ 1 എന്ന് പറയുന്നത് ലീനിയർ ആൾജിബ്രയാണ്. ഓക്കെ, സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ, സൊല്യൂഷൻ ബൈ ഗോസ് എലിമിനേഷൻ, റോ എക്വിലിയൻ ഫോം, റാങ്ക് ഓഫ് എ മെട്രിക്സ്. റാങ്ക് ഒക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. മൊഡ്യൂൾ 2 മൾട്ടി വേരിയബിൾ കാൽക്കുലസ്. അതിൽ ഡിഫറൻസിയേഷനും ഇന്റഗ്രേഷനുമാണ് അവിടെ പഠിക്കാനുള്ളത്. മൊഡ്യൂൾ 3 എന്ന് പറയുന്നത് സീക്വൻസസ് ആൻഡ് സീരീസ്, കൺവെർജൻസ് ഓഫ് സീക്വൻസ് ആൻഡ് സീരീസ്, കൺവെർജൻസ് ഓഫ് ജിയോമെട്രിക് സീരീസ് ആൻഡ് പി സീരീസ്, ടെസ്റ്റ് ഓഫ് കൺവെർജൻസ്, ടൈലർ സീരീസ് എക്സെട്ര. മൊഡ്യൂൾ 4 എന്ന് പറയുന്നത് കാൽക്കുലസ് ഓഫ് വെക്ടർ ഫംഗ്ഷൻസ്, വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ ഓഫ് സിംഗിൾ വേരിയബിൾ, ഡെറിവേറ്റീവ് ഓഫ് വെക്ടർ ഫംഗ്ഷൻ ആൻഡ് ജോമെട്രിക്കൽ ഇന്റർപ്രിട്ടേഷൻ. മൊഡ്യൂൾ 5 എന്ന് പറയുന്നത് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ലാപ്ലേസ് ട്രാൻസ്ഫോം ആൻഡ് ഫോറിയർ ട്രാൻസ്ഫോം. ഇവിടുന്ന് കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. ഓക്കെ, ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ലാപ്ലേസ് ട്രാൻസ്ഫോം, ഫോറിയർ ട്രാൻസ്ഫോം പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആൻഡ് ഫോറിയർ ട്രാൻസ്ഫോം ആണ് ഇവിടെ ചോദിക്കുന്നത്. ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന മൊഡ്യൂൾ 5 കുറെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. ലാസ്റ്റ് ആണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. ഇംഗ്ലീഷിന് 10 മാർക്കാണ് ഉള്ളത്. ഏറ്റവും കൂടുതൽ എളുപ്പം സ്കോർ ചെയ്യാൻ പറ്റുന്നത് ഇംഗ്ലീഷിന് 10 മാർക്കാണ്. ഒരിക്കലും കളയാതെ നോക്കുക. ഫോർ ഇംഗ്ലീഷ് ഔട്ട് ഓഫ് 10 മാർക്ക്, 10 മാർക്കിൽ 5 മാർക്ക് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ ഗിവൻ പാസേജ്. ഒരു പാസേജ് തരും, ആ പാസേജ് വായിച്ചു നോക്കിയിട്ട് അതിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക. 5 മാർക്ക് കിട്ടുന്നതായിരിക്കും. റിമൈനിങ് 5 മാർക്സ് ഫോർ ബേസിക് ഗ്രാമർ ആൻഡ് ജനറൽ ഇംഗ്ലീഷ് ഓഫ് +2 സ്റ്റാൻഡേർഡ്. ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ്, ഇഡിയംസ്, ദെൻ പ്രിപ്പോസിഷൻസ്, അങ്ങനത്തെ ബേസിക് ഗ്രാമറും ജനറൽ ഇംഗ്ലീഷ് ബേസ്ഡ് ഓൺ +2 സ്റ്റാൻഡേർഡ്. അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാതെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. നമ്മുടെ ക്ലാസ്സിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഒക്കെ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. മൊത്തം പറയുകയാണെങ്കിൽ 8 സബ്ജക്റ്റ് ആണ് പഠിക്കുന്നത്. 1, 2, 3, 4, 5, 6, 7, 8. 8 സബ്ജക്റ്റ് പഠിക്കാനുള്ളൂ. അപ്പോ 8 സബ്ജക്റ്റിന് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്നത് മാത്സിനാണ് 20 മാർക്ക്. സോ ബേസിക് സിവിൽ ആൻഡ് മെക്കാനിക്കൽ 30 മാർക്ക്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് 30, സി പ്രോഗ്രാമിംഗ് 50, മെക്കാനിക്സ് 50,
മാത്സ് 20 ആൻഡ് ഇംഗ്ലീഷ് 10 മാർക്ക്. സിലബസിനെ കുറിച്ച് ഏകദേശം ഐഡിയ കിട്ടിയെന്നും മനസ്സിലാക്കുന്നു. ക്ലാസ്സുകൾ ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ഇലക്ട്രോണിക്സ് ക്ലാസ്, പുതിയ സിലബസ് പ്രകാരമുള്ള ഇലക്ട്രോണിക്സ് ക്ലാസ് ഓൾറെഡി ചാനലിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ക്ലാസ് കാണുക. ഓരോ ക്ലാസ്സിലും എന്തായാലും കുറെ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ ഈ പ്രാവശ്യം തന്നെ എല്ലാവരും ജോയിൻ ചെയ്യുക. അടുത്ത പ്രാവശ്യം സിലബസ് ഒക്കെ റിവിഷൻ വരാൻ സാധ്യതയുണ്ട്. ഇപ്രാവശ്യം തന്നെ കയറുക. പ്രീവിയസ് സിലബസ് തന്നെയാണ് ഇപ്രാവശ്യവും പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ സിലബസ് സിലബസ് റിവൈസ് ചെയ്തിട്ടുണ്ട്. അടുത്ത പ്രാവശ്യത്തെ അത് റിവൈസ് ചെയ്ത സിലബസ് വരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇപ്രാവശ്യം പഠിച്ച് ലെറ്റ് നന്നായി പഠിച്ചുകൊണ്ടിരിക്കുക. See you all.